ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുണ് പൂവൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്ത് നിൽക്കാട്ടോ ചെയ്യുന്നത് കൺമണിയുടെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ. കൺമണിക്ക് അത് നാണക്കേട് പോലെ ആയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും വരുൺ കേൾക്കുന്നില്ല. വരുൺ വീണ്ടും വീണ്ടും തന്നെ അങ്ങനെ തന്നെ നിൽക്കാട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രീദേവി വന്നതിന് ശേഷം വരുൺ പ്രപ്പോസ് ചെയ്യണതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവിടെ ദേവ്ജി വരുന്നുണ്ട്. എന്താ വരുണിൻ്റെ പ്രശ്നമെന്ന് പറയുമ്പോഴത്തേനും, എനിക്ക് കൺമണിയെ കിട്ടിയിരിക്കണം സാർ, അല്ലാതെ ഞാനിവിടെ നിന്ന് പോവില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ കൺമണി കേൾക്കില്ല, പക്ഷേ സാറ് പറഞ്ഞാൽ കൺമണി തീർച്ചയായും കേൾക്കും. വരണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് അവളെ തന്നെ കിട്ടണം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്ജി ആണെങ്കിലും അവൻ്റെ ചെവിക്ക് പിടിച്ച് തിരിക്കുന്നു. അവനെ ഓടിച്ചു വിടാനായിട്ട് നോക്കുന്നു. പക്ഷേ അവരൊരു കാര്യം പ്ലാൻ ചെയ്തിട്ട് തന്നെയായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ശ്രീദേവി വീഡിയോ എടുക്കുന്നതെല്ലാം തന്നെ ഹരിസാർ അവിടെ നിന്ന് കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസ ആ വീഡിയോ കാണുന്നു കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ളൊരു ബോംബാണിത്. ഇത് വെച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും, അമ്മ ശ്രദ്ധിച്ചോ, ഇനി കണ്ടോ കാണാൻ പോകുന്നത് എന്താണെന്നുള്ളത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് ഓഫീസിൽ തന്നെയാണ്. ഓഫീസിൽ നമ്മുടെ ദേവ്ജിയും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണി, എന്തൊക്കെയാണ് ഇങ്ങനെ, ആ വരുൺ നിൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലല്ലോ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ, അത് ശരിയാ സാർ, എൻ്റെ തലയിൽ നിന്ന് അവൻ ഒഴിഞ്ഞു പോകുന്നേയില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു കെണിയാണെന്നൊരിക്കലും സംശയമുണ്ടെന്നുള്ള രീതിയിൽ ദേവ്ജി സംസാരിക്കുന്നു കേട്ടോ. എന്താ സാർ ഈ പറയുന്നത്? ചിലപ്പോൾ കൺമണിക്ക് വെച്ചൊരു കെണി പോലെ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പറയില്ലേ, ഒരു കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന കേട്ടില്ലേ, അത് ചിലപ്പോൾ സംഭവിക്കാൻ പോകും. ചിലപ്പോൾ എന്തായാലും കൺമണി വിഷമിക്കേണ്ട, ഞങ്ങളുണ്ടല്ലോ. അതിനുശേഷം തന്നെ കൃഷ്ണനെയും അതുപോലെ തന്നെ സുജുവിനെയും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മാനസയെക്കുറിച്ച് പറയുമ്പോഴത്തേനും, എനിക്ക് അവളെക്കുറിച്ച് ഒന്നും കേൾക്കേണ്ട, അവളുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്താ കൃഷി പറയുന്നത്? അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഞാൻ അവളെ നിൻ്റെ ഭാര്യയായിട്ട് കണ്ടു, അത് എനിക്ക് കൂടി തോന്നണ്ടേ? എനിക്ക് അവളെ ഒട്ടും തന്നെ താല്പര്യമില്ല. എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും തന്നെ അവളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ എനിക്കും കൂടി തോന്നിയിട്ട് വേണ്ടേ ഈ തീരുമാനം എടുക്കാൻ എന്ന രീതിയിൽ പറയുന്നു. കൃഷി ഉറച്ചു നിൽക്കുകയാണ്, കൺമണിക്ക് വേണ്ടി തന്നെയാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നടക്കണം.